സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇപ്പോൾ ഗെയിമർ. നിങ്ങൾ കണ്ടുപിടിക്കുന്ന പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റ് ഗെതറിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ടാണ്. ആൻഡ് നമ്മൾ ലാസ്റ്റ് ഡേയിൽ നമ്മൾ അത്യാവശ്യം കച്ചവടമൊക്കെ നടത്തി നല്ല അടിപൊളിയായിട്ട് കുറച്ചധികം നമുക്ക് നേട്ടമൊക്കെ വന്നു. നമ്മൾ അന്ന് എനിക്ക് തോന്നുന്നു എന്തോ 99 രൂപയോ അങ്ങാണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മളതിപ്പം ഒരു 500 ആക്കി. എന്നിട്ട് നമ്മൾ അവസാനം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഇത് ചെയ്തു, ഇന്ന് വിറ്റ് നമ്മൾ. പിന്നെ നമ്മൾ കുറച്ച് സാധനം മേടിച്ചു. അതായത് ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ കുറച്ച് സാധനം മേടിച്ചു. ആൻഡ് നമുക്ക് എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്യാൻ. നമ്മൾ ഇച്ചിരി നമുക്ക് നഷ്ടത്തിൽ നിന്ന് നമുക്ക് ലാഭത്തിലേക്ക് കയറേണ്ട ദിവസമാണ് ഇന്ന്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ കാണുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരും കൂടെ ഷെയർ ചെയ്യുക. ഈ ഗെയിമിന് ലേശം വ്യൂ കൗണ്ട് കുറവാണ്. അത് ഞാൻ എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം പണ്ടൊരു നമ്മളൊരു ഗെയിം കളിച്ചായിരുന്നു. അതുപോലെ എനിക്ക് നിർത്തിപ്പോകാൻ താല്പര്യമില്ല ഈ ഗെയിം. കാരണം ഞാൻ അത്രയ്ക്ക് ഇതിനകത്ത് നിന്ന് കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ ഓഫ്ലൈനായിട്ട് നിങ്ങളിത് കാണുന്ന പോലെയല്ല, ഞാൻ ഓഫ്ലൈനായിട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് ഈ ഗെയിം. അപ്പം നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. സോ നമുക്ക് സ്റ്റോക്കും സാധനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പൈസയുടെ ഇതൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും നമ്മുടെ കട അങ്ങോട്ട് തുറന്നേക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ പൈസയുടെ ഒന്ന് വില ഒന്ന് നോക്കിക്കട്ടെ. വ്യാഴാഴ്ച ആകുമ്പം ഇത് മാറുമെന്ന് അറിഞ്ഞത്. ഇല്ല, മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ. എനിക്ക് ഡേ 8-ന് ഓക്കെ പറയുന്നുള്ളൂ. കട തുറന്നേക്കട്ടെ. ഓക്കെ, സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ. എനിക്ക് അതുപോലെ തന്നെ നമ്മുടെ 8-ാമത്തെ ദിവസം ആകുമ്പോൾ ഇവിടെ കള്ളന്മാർ റോബ് ചെയ്യാൻ വരുമെന്നാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, വരുമോ നമുക്ക് നോക്കാം. ഇതിപ്പോൾ 5-ാം ദിവസം ആയുള്ളൂ. ആൻഡ് നമുക്കിവിടെ കുറച്ചധികം നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കളക്ട് ചെയ്യാൻ ഉണ്ട്. പക്ഷെ നമ്മുടെ ഫണ്ട് ഇല്ലാത്ത കാരണമാണ്. ഹായ് സാർ, വെക്കൻ്റെ സൂപ്പർ മാർക്കറ്റ്. സാറിന് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. സാർ എന്താ വെച്ചാൽ മേടിച്ചോളൂ. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ സ്റ്റോക്ക് ഒന്ന് നോക്കട്ടെ. നമുക്കില്ലാത്തതെന്ന് വെച്ചാൽ ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് അത്യാവശ്യം ഉണ്ട്. ഇതൊന്നും പെട്ടെന്ന് തീരാത്ത കാരണം കുഴപ്പമില്ല. കാരണം ഇവിടുത്തെ ഒരു ലെയർ തീരാറുണ്ട്. പിന്നെ ഇതും ഉപ്പൊന്നും തീരത്തേ ഇല്ല. ഉപ്പൊന്നും ഒരു 10 ദിവസത്തെ മറ്റേ 10-ാം ദിവസം വരെ നിങ്ങൾ നോക്കുക വേണ്ട ഉപ്പ് തരുന്നു. അയ്യോ, ആള് പോയോ? ഓ ഓ ഓ ഓ. ശരി, ക്യാഷ് ആണല്ലേ. ഓക്കെ, $10 തിരിച്ചു തരണം. ശരി, നെക്സ്റ്റ്. ഓക്കെ, ആള് വരട്ടെ. സോ ഗൈസ്, നമ്മള് മറ്റേ ഈ സെക്കൻഡ് ലെവൽ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം പൈസ കിട്ടി തുടങ്ങി. കാരണം നമുക്കിപ്പോൾ ഒരു നഷ്ടത്തിലല്ല നമ്മളിപ്പോൾ ഓടുന്നത്. ഇന്നത്തെ എന്തായാലും സാധനമൊന്നും മേടിക്കുന്നില്ല. സാധനം തീരത്തില്ലെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അത് കാരണം സാധനമൊന്നും മേടിക്കേണ്ടി വരത്തില്ല. അപ്പം ഇന്നെന്തായാലും ലാഭങ്ങൾ മാത്രമായിരിക്കും. എൻ്റെ ഒരു കണക്കുകൂട്ടൽ ഇന്ന് നമുക്കൊരു 700 രൂപയെങ്കിലും കിട്ടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കച്ചവടം സൂപ്പറായിട്ട് തന്നെയാണ് പോകണമെന്ന് ഉറപ്പിക്കാം. പിന്നെ അത് കാരണം സാധനമൊന്നും മേടിക്കത്തില്ല, അത് വേറെ കാര്യം. ഗൈസ്, ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. എൻ്റെ ഡെസ്ക്ടോപ്പ് കൂടി ഓഫായിരുന്നു. വെരി സോറി. ഞാൻ മൈക്കിൽ കൂടെ പറഞ്ഞ മാത്രം നിങ്ങൾ കേട്ടുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ അത് ഞാൻ ലൈവ് ചെയ്യാറുണ്ട്. ഇപ്പം അതും കൂടെ പറഞ്ഞേക്കാം. ഞാൻ ലൈവ് ചെയ്യാറുണ്ട്. ബേസിക്കലി ഞാനിപ്പം GTA 5-ഉം വാലറൻറ്റുമാണ് ഞാൻ കളിക്കാറുള്ളത്. അപ്പം അത് കാണാൻ പറ്റുന്ന രാത്രി ഒരു 9, 9:30, 10 ഈ ഒരു സമയം തൊട്ട് 11, 12, 1, 2 അതുവരെ പോകും ഞാൻ. അത് കഴിഞ്ഞ് ഇരിക്കും. പക്ഷേ നിങ്ങളിരിക്കില്ല, ആരും അങ്ങനെ കാണാറില്ല അത്ര നേരം ഒന്നും. അത് കാരണമാണ് ഞാൻ ആ ഒരു സമയം വരെ നിൽക്കുന്നത്. ആൻഡ് മാക്സിമം ഞാൻ എൻ്റർടൈൻ ആക്കാൻ നോക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. എൻ്റെ ഒരു ആരുമായിട്ട് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊരു ഇതായിട്ട് ഇരിക്കുന്നില്ല എനിക്ക്. അത് കാരണമാണ്. കുഴപ്പമില്ല, ഞാൻ മാക്സിമം ശ്രമിക്കും. 1-2 ഞാൻ ലൈവ് വരാറുള്ളത്. അത് കാരണം എന്താ പറയുക, അതായത് ഇന്ന് ലൈവ് വന്നാൽ നാളെ വരത്തില്ല, മറ്റന്നാൾ വരും. ആൻഡ് ആ ഒരു ദിവസം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഇടുന്ന ദിവസം ലൈവ് വരത്തില്ല. പക്ഷെ വീഡിയോ ഇല്ലാത്ത ദിവസം ഞാൻ ലൈവ് വരും. അതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ എൻ്റെ ചാനൽ ആക്റ്റീവ് ആയിരിക്കും. അത് കാരണമാണ് ഞാൻ അങ്ങനത്തെ രീതി ഇടുന്നത്. ഇനിയോ കാർഡാണല്ലോ 4-18. നീടെ ഗ്രൂപ്പ് വിളിച്ചോ അടിക്കാൻ. ഓക്കെ, 11-02. ഓക്കെ, അങ്ങനെ നമ്മൾ 600 എന്നുള്ള ടാർഗറ്റ് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഇത് കൂടെ ചെയ്യുമ്പം 600 രൂപയാവും. അതിന് നമുക്ക് 100 രൂപ കിട്ടിയാൽ മതി. എൻ്റെ ഒരു വിശ്വാസത്തിൽ നമുക്ക് 700 മുകളിൽ പോകും. കാരണം വെറുതെയില്ല, എൻ്റെ ഒരു വിശ്വാസമാണ്. ചിലപ്പോൾ പോവായിരിക്കും. 4:30 ആയുള്ളൂ. 10:30 സമയത്ത് 6 മണിക്കൂറോളം ഉണ്ട്. ഇനിയും 11 കാരണം 11, 36, 25, 26, 36 കാണുന്നില്ലേ? കടയിൽ കണക്കേണ്ടി വരും കേട്ടോ.
2.75. ആൻഡ് ഗേസ് എനിക്കറിയാം ഇത് കണ്ടോണ്ടിരിക്കാന്ന് വെച്ചാൽ ബോറാണെന്ന് എനിക്കറിയാം. പക്ഷേ ലൈക്ക് ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്ക്. ജസ്റ്റ് ഒരു 2 എണ്ണം ഒരു 10 മിനിറ്റ് കണ്ടോണ്ടിരുന്ന സ്കിപ്പ് നമ്മളെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ആർക്കും ഒരു സാധനത്തിലേക്ക് ഇരിക്കാൻ പറ്റില്ല ആർക്കും. ഇന്ന് ഇത്ര സമയമുണ്ട്, അത് കാരണം ഞാൻ മാക്സിമം കുറച്ചാണ് ഇടുന്നത്. ഓക്കെ, 10:00 9:57. 9:57. 10:00 കളോളസ് ചെയ്ത് സാധനം മേടിച്ചിട്ട് കൂടെ 5:37. 4:63 തിരിച്ചു തരണം. 3, 4, 50, 60, 63. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ദിവസം കൂടെ വന്നപ്പോൾ നമുക്ക് 844 ആയിട്ടുണ്ട്. ബാക്കി 844 അല്ല, 850 ആവുമായിരിക്കും ചിലപ്പോൾ. യെസ്, കൃത്യം 850 രൂപയപ്പോൾ നമ്മുടെ കടയിലെ സാധനങ്ങൾ പകുതിയോളം തീർന്നു. അരി തീർന്നു, പിന്നെ പാസ്ത പകുതി കൂടെ ഉള്ളൂ, അല്ല 2 എണ്ണം കൂടെ ഉള്ളു പാസ്ത. പാല് തീർന്നു. ഇതൊക്കെ ഓരോന്ന് വെച്ച് മേടിക്കേണ്ടി വരും. അതിന് ഇതൊക്കെ ഒന്ന് കളയട്ടെ. നമുക്ക് ഇവിടെ കൊണ്ട് കളയാം, നമുക്ക് പൈസ കിട്ടും. നമുക്ക് 400 നമ്മുടെ കയ്യിലായി. നമുക്ക് ഞാനിപ്പം ഇതിനൊക്കെ ഓരോന്ന് വെച്ച് വില കൂട്ടുവാണെങ്കിൽ എല്ലാം ഒന്ന് ആക്കി വെക്കട്ടെ. എല്ലാത്തിനും ഞാൻ വില കൂട്ടി. ഇത് കഴിഞ്ഞു. എല്ലാത്തിനും വില ഞാൻ കൂട്ടാൻ പോവാണ്. സ്റ്റുഡിയോട്ടിനെ ഞാൻ കത്തി വരൊക്കെ നോക്കി. ഓക്കെ, സ്റ്റുഡിയോട്ട് കളയാലേ. ഇനിയിപ്പോൾ എല്ലാം അടുക്കേക്കടേ. ഞാൻ ബോക്സൊക്കെ ഇവിടെ വയ്ക്കാം. ഇതിൻ്റെ പൈ എല്ലാം കൂടെ വയ്ക്കാം, അതാണ് നല്ലത്. പഞ്ചസാര തീരാൻ പോണ ഐറ്റം എന്ന് വെച്ചാൽ എന്തുവാ, സിറൽസ് ഉണ്ട്. ഇപ്പം എല്ലാം ഒന്ന് സ്റ്റോക്ക് ആയിട്ടുണ്ട്. ആൻഡ് ഇതെന്തുവാ, ഈ സ്കിംഡ് ചീസ്, അത് നമ്മുടെ ഇല്ലേ? അല്ല, സ്കിംഡ് ഇല്ല. അപ്പം സ്കിംഡ് ഒരെണ്ണം മേടിക്കേണ്ടി വരും. അയ്യോ, 150 രൂപ. പോട്ടെ, 80 എണ്ണം ഉണ്ടാവും. 80 എണ്ണം ഉണ്ടാവും. ഇവന്മാർക്ക് ഈ ബൾക്കായിട്ട് മേടിക്കുമ്പോൾ കുറച്ച് സാധനം പൈസ കുറച്ചുണ്ട്. എടാ, മാറിപ്പോടാ ഞാൻ മേടിച്ചത്. അയ്യോ എടാ, സാധനം മാറിപ്പോടാ ഞാൻ മേടിച്ചത്. ഇതല്ലായിരുന്നാ? എടാ, ഞാൻ എന്ത് മണ്ടാടാ. ഞാൻ മേടിച്ച സാധനം മാറിപ്പോയി. കിംബിളി ചേച്ചി ഞാൻ മറ്റേ ഗുരുവായൂർ ആ സാധനമാണ് മേടിച്ചത്. അതാണ് ഞാൻ അറിയാണ്ട് മേടിച്ചത്. മൈ ബാഡ്. ശരിക്കൊരു പേടിയുണ്ട്. അതായത് ഇത് മറ്റേ പുറത്തിരിക്കുന്ന കാരണം ചീഞ്ഞു പോകുന്ന എനിക്കൊരു പേടിയുണ്ട്. ഇതെന്ത് ഇമെന്റൽ ചിപ്സ്, അതും കൂടെ മേടിച്ചില്ല. എന്തായാലും കയ്യിൽ ഇവിടെ ഇനി $50 എൻ്റെ ഉള്ളൂ. നന്നായി. എൻ്റെ കയ്യിൽ നമ്മുടെ കയ്യിൽ മുഴുവൻ അങ്ങോട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് എൻ്റെ വിലയൊക്കെ ഒന്ന് കമ്പിളിന് കൂട്ടിയേക്കട്ടെ. ഇനി കുറച്ചൊരു കാര്യമില്ല. ഇതിൻ്റെയൊക്കെ വില നോക്കട്ടെ. 3.85 വയ്ക്കുകയാണ് ഞാൻ. ഇതിന് 2.30 വയ്ക്കുകയാണ് ഞാൻ. കാരണം ഇത് അത്യാവശ്യം വിറ്റുപോകും. ഇതും വിറ്റുപോയില്ല. 31 വയ്ക്കട്ടെ. 1.70 വയ്ക്കട്ടെ. ഇത് അല്ല, 60 മതി. 2.40 ഇരിക്കട്ടെ. 40 ഇരിക്കട്ടെ. അത് 2.20 ഇരിക്കട്ടെ. ഇവനൊക്കെ ആവശ്യക്കാർ കൂടുതലാണ്. ഇവനൊക്കെ നല്ല വിലയാണ് ഇതിന്. പഞ്ചസാര 1.57 അല്ല 1.60 ഇരിക്കട്ടെ. ഉപ്പിന് 45. ഇതിന് 90 വേണം. 87 മതി. 37 ആണ് എൻ്റെ ഒരു 57 ആക്കാം. അത് അല്ല 47 ഇരിക്കട്ടെ. ഇനി ഇവിടെ എന്തുവാ, 1.44 ഇരിക്കട്ടെ. ഉപ്പിൻ്റെ വില ഞാൻ കൂട്ടിയില്ലേ, 45 ആക്കി. ഇതിനും വില കൂട്ടി. ഇനി സിറൽസിന് ഞാൻ എന്ത് ചെയ്യണ്ടേ,
ചില ഒരു 30 ആക്കാം. വെള്ളത്തിൻ്റെ വില കൂട്ടണം, കാരണം 1:1 നമുക്കൊരു 80 ഇടാം. ഓക്കെ, അപ്പോൾ സാധനങ്ങളൊക്കെ വില കൂട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ ഞാൻ വില കൂട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, വില കൂട്ടി. ആൻഡ് ഇനി നമുക്ക് കുറച്ചും കൂടെ ഞാൻ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ പോണത്. സാധനങ്ങൾ ഞാൻ എൻ്റെ അശ്രദ്ധ കൊണ്ടാണ് ഞാൻ കുറേയൊക്കെ തെറ്റിച്ചത്. ഇപ്പോൾ ഇല്ലെങ്കിൽ $150 നമുക്ക് കൈ കിടക്കേണ്ടതാണ്. ആൻഡ് അതുപോലെ തന്നെ ഇതിനകത്തൊരു സാധനം കൊണ്ട്, അതായത് നമുക്കിവിടുന്ന് ലോൺ എടുക്കാൻ പറ്റും. ലൈക്ക് ഇത് കിട്ടും, ഇതല്ലല്ലോ, ഇതിനകത്താണെന്ന് തോന്നുന്നു. സൂപ്പർ മാർക്കറ്റ്, ഓക്കെ അതല്ല, പ്രൊഡക്റ്റ് ഓർഡർ എംപ്ലോയീസിനകത്താണോ? ഓക്കെ ഓക്കെ, വേണ്ട. ഓക്കെ, ഇത് കണ്ട, ലോൺ എടുക്കാൻ പറ്റും. ഇവിടെ കണ്ട, നമുക്കൊരു 20,000 രൂപയൊക്കെ എത്ര വേണം എടുക്കാൻ തോന്നുന്നു. ഓക്കെ, $12,000 ലോൺ എടുക്കാൻ പറ്റും. 3 അടവ്, അത് എനിക്കൊന്ന് 10 അടവ് 12 അടവ് അങ്ങോട്ട് പോകും. അത് ഡെയിലി പേയ്മെൻറ്റ് കുറഞ്ഞു 14 അടവ് വരെ 1000 രൂപ വെച്ച് ഡെയിലി പേയ്മെൻ്റ് ആണ്. അപ്പോൾ മൈനസ് അടിക്കും, അത് കാരണം അത് വേണ്ട. എന്തായാലും ഞാൻ ലോണൊന്നും ഇപ്പോൾ എടുക്കത്തില്ല. ലോൺ എന്ന് പറഞ്ഞ സാധനം നമ്മളിപ്പോൾ എടുക്കാനേ പോയിട്ടില്ല. നമ്മൾ 5 പൈസ ഇല്ല. 1000 രൂപ ലോൺ എടുത്തോണ്ട് എന്തിനാണ്? ഓക്കെ, തൽക്കാലം ഒന്നും വേണ്ട. ഓക്കെ, അത് 1 മിനിറ്റ്, അതെന്ത് കണക്കാന്ന് നോക്കിയേ. 160 രൂപ ഇൻട്രസ്റ്റാ. എത്ര ഇൻട്രസ്റ്റ് കഴിഞ്ഞപ്പം? 160 രൂപ മാർക്ക് ഇൻട്രസ്റ്റ് എക്സ്ട്രാ. ഇല്ല, 720 രൂപ, അല്ല 2000. ഓക്കെ, വരും 80 രൂപ മാർക്ക് ഇൻട്രസ്റ്റ്. ഓഹ് ഓടാ, നല്ല കഷ്ടപ്പെട്ട പണി ഉണ്ടാക്കുന്നത്, അല്ല പൈസ ഉണ്ടാക്കുന്നത്. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മൾ അടയ്ക്കുകയാണ്. നല്ലോണം ലാഭത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, പെട്ടെന്ന് നഷ്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എൻഡ് ഓഫ് വർക്കിംഗ് ഡേ 5. ഓക്കെ, ആൻഡ് നോട്ട് ഫൗണ്ട് 2 എണ്ണം കാണാനായി. എക്സ്പെൻസീവ് പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല. റോബറി ആയിട്ടില്ല. കംപ്ലൈൻസ് അബൌട്ട് ഫ്യൂൽത്ത്, അതെനിക്ക് അറിഞ്ഞുകൂടെന്ന്. ഓക്കെ, നമുക്ക് ലെവൽ 3 ആയിട്ടുണ്ട്. നമുക്കൊരു 485 രൂപയും കിട്ടി. ആൻഡ് പിന്നെ വേറെ എന്തെങ്കിലും പോയിട്ടില്ല. നമുക്കൊരു 320 രൂപയാണ് നമ്മുടെ ഡെയിലി ബാലൻസ്. നമുക്ക് കഴിഞ്ഞ ദിവസം 500 ആയിരുന്നു. അതിൻ്റെ ഇത് കുറയുന്നുണ്ട്, അത് നല്ല കാര്യമാണ്. അത് കുറഞ്ഞൊരു പ്ലസ് ആവണം. നമുക്കിപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോഴും ലോസിലാണ്. ഈ 320 എന്നുള്ളത് പ്ലസ് ആവണം. അതാണ് നമുക്ക് അതൊക്കെ ഒരു 2 ദിവസത്തിനുള്ളിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതെല്ലാം നിങ്ങളുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ഗെയിം എന്ന് വെച്ചാൽ മാക്സിമം ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഒരു അത്യാവശ്യം ഒരു ബോറടിപ്പിക്കുന്ന സാധനമാണ്. അത് കാരണം ഞാൻ മാക്സിമം ചുരുക്കിയാണ് ഈ വീഡിയോ ഇടുന്നത്. മാക്സിമം എനിക്ക് തോന്നുന്നൊരു ഇപ്പോൾ ഒരു 10-15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഞാൻ പോകാറില്ല. ഇപ്പം അത്ര ഞാൻ ഇടാറേ ഇല്ല. അപ്പോൾ ഏറ്റവും ചുരുക്കിയാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരും കൂടെ ഷെയർ ചെയ്യുക. എൻ്റെ ഞാൻ പറഞ്ഞല്ലോ, സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് നമുക്ക് ശരിയല്ല. ഒരു 80% ആൾക്കാരാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത്. എനിക്ക് അറിഞ്ഞൂടാ എന്താണ്. കമോൺ ഗൈസ്, കമോൺ, സബ്സ്ക്രൈബ് ചെയ്ത് കാണല്ലേ, നിങ്ങൾക്കാണ് നഷ്ടം. ഓക്കെ, ഞാൻ എന്താ ഇത്ര പറയുന്നുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഗെയിം സൈനിങ് ഔട്ട്. പീസ് ടാറ്റ, ബൈ, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.